പത്തനംതിട്ട ഗവി മിനാറിൽ 32 വയസ്സുള്ള യുവതിയെ കൊലപ്പെടുത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി വണ്ടിപ്പെരിയാർ പോലീസ്. ബലാത്സംഗം ചെയ്താണ് യുവതിയെ കൊലപ്പെടുത്തിയത് എന്ന സംശയം. പ്രതി ചിറ്റാർ സ്വദേശി വിനോദ് കുമാറിനെ വണ്ടിപ്പെരിയാർ പോലീസ് വള്ളക്കടവിൽ വെച്ച് പിടികൂടി. കാൽനടയായി അംഗൻവാടിയിലേക്ക് പോയ യുവതിയെ പ്രതി വിനോദ് കുമാർ കടന്നുപിടിച്ച് കീഴ്പ്പെടുത്തി. യുവതി ഫോണിൽ ബന്ധുവിനോട് സംസാരിച്ചുകൊണ്ട് പോകുന്നതിനിടെയായിരുന്നു വിനോദ് കുമാറിന്റെ ആക്രമണം. തലയടിച്ച് നിലത്ത് വീണ യുവതി ബോധരഹിതയായി. പിന്നീട് വിനോദ് കുമാർ യുവതിയെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. അർദ്ധനഗ്നയായ നിലയിൽ ഗവി മിനാറിൽ വനത്തിനുള്ളിലായിരുന്നു യുവതിയുടെ മൃതദേഹം. റോഡിൽ നിന്നും മാറി വനത്തിനുള്ളിൽ വെള്ളത്തിലായിരുന്നു മൃതദേഹം കണ്ടത്. യുവതിയെ ഫോണിൽ വിളിച്ച് കിട്ടാതെ വന്നതോടെ ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വന്യമൃഗ ആക്രമണമാണെന്ന് ആദ്യം സംശയമുണ്ടായെങ്കിലും പിടിവലിയുടെ ലക്ഷണങ്ങൾ കണ്ടതോടെ നാട്ടുകാർ പ്രദേശത്ത് വ്യാപകമായി തെരച്ചിൽ നടത്തി. ഇതിനിടെ ഒരാൾ മിനാറിൽ സമീപത്തു നിന്ന് KSRTC ബസ്സിൽ വണ്ടിപ്പെരിയാറിലേക്ക് പോയതായി വിവരം ലഭിച്ചു. ഉടൻ വനംവകുപ്പിനെയും പോലീസിനെയും വിവരം അറിയിച്ചു. വണ്ടിപ്പെരിയാറിന് സമീപം വള്ളക്കടവിൽ വെച്ച് KSRTC ബസ്സിൽ നിന്നാണ് വിനോദ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു വിനോദ് ഒരാളെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഈ കേസിനായിട്ട് ബന്ധപ്പെട്ട്. അതിൽ 42 years ഏജാണ്. അയാൾ പെരുന്നാട് സ്റ്റേഷൻ ലിമിറ്റിലുള്ള ആളാണ്. അപ്പോൾ അയാൾ നമ്മൾ ചോദ്യം ചെയ്ത് അപ്പോൾ അയാൾ കുറ്റം ചെയ്തതായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരാൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സോഫാർ പ്രതിയുടെ ചോദിച്ചപ്പോൾ ഇദ്ദേഹമാണ് കുറ്റം ചെയ്തതായിട്ട് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ അന്വേഷണ അവസ്ഥയിലാണ്. ബാക്കി എന്താ കാരണമായിട്ട് പറയാം, എന്താണ് കൊലപാതകത്തിലേക്ക് എത്തിച്ച കാരണം? അല്ല, അതെല്ലാം നമ്മൾ ഇൻട്രാഗേറ്റ് ചെയ്യുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഇനി ചോദിച്ച് നമ്മൾ അതിൻ്റെ കാരണങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് നമ്മൾ സമയബന്ധിതമായിട്ട് അന്വേഷിച്ച് ചാർജ് കൊടുക്കും. ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടോ? അതെല്ലാം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ അവിടെ ഇൻക്വസ്റ്റ് പ്രൊസീജിയറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ബട്ട് പോസ്റ്റ്മോർട്ടം ഇതൊക്കെ നമുക്ക് ആയ ശേഷം നമുക്ക് അതിന് വ്യക്തമാകും. ഇവർ തമ്മിൽ പരിചയം ഉണ്ടായിരുന്ന ആളുകളാണോ? അതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. കുറ്റകൃത്യം നടത്തിയതിനു ശേഷം ബസ്സിൽ കയറി ഉടൻ തന്നെ പോരുമായിരുന്നു, അങ്ങനെയാണ്? അതെല്ലാം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. സീക്വൻസ് ഓഫ് ട്രാൻസാക്ഷൻസ് എല്ലാം പ്രതി മുൻപ് എന്ത് ചെയ്ത്, കുറ്റകൃത്യത്തിന് മുൻപ് എന്തായിരുന്നു, അതിനുശേഷം എന്തായിരുന്നു, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ പ്രതി ബസ് കയറി ഇവിടെ വന്നതാണ്. പിന്നെ ഇവിടെ ഇടുക്കി ഡിസ്ട്രിക്ട് പോലീസായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നത്. ഇവിടെ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ നിന്ന് സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് സഹായിച്ച് പ്രതിയെ നമ്മൾ അവിടെ ചെക്ക് പോസ്റ്റിൽ വെച്ച് തന്നെ പിടിക്കാൻ സാധിച്ചു. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് മുമ്പ് ഒരു കേസിലെ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്നു. അതെ, പ്രതിക്ക് നേരത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നേരത്തെ ശിക്ഷ അനുഭവിച്ച ആളാണ്. പിന്നെ പുറത്തിറങ്ങിയ ആളാണ്. സാർ, ഈ പ്രതി പിടിയിലാവുമ്പോൾ പ്രതിയുടെ ഒരു പെൺകുട്ടി കൂടി ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് വന്നതെന്ന് പറയുന്നുണ്ടോ? ഇല്ല, അത് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അദ്ദേഹത്തിന്റെ റിലേറ്റീവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സേഫ് കസ്റ്റഡിയിൽ കൗൺസിലറുടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഫാമിലി ആൾക്കാരുടെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് അത് സ്വീകരിച്ചു പോകും. ഇന്ന് നമ്മൾ അടുത്ത് മെഡിക്കൽ നടത്തിയിട്ട് പത്തനംതിട്ട കൊണ്ടുപോകും. തെളിവെടുപ്പ് കാര്യങ്ങൾ സബ്സിക്വൻ്റ് ആയിട്ട് നടക്കും. സാർ, ഈ കുറ്റകൃത്യം നടന്ന മണിക്കൂറുകൾക്കകത്തല്ലേ പ്രതി പിടികൂടാനുള്ള പോലീസിന് കഴിഞ്ഞു? ഇല്ല, അതെ, ഇത് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് പോലീസ് അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ KFDCയിൽ നിന്ന് നമുക്ക് അവിടെ ജീവനക്കാർ പിന്നെ അവിടെ നാട്ടുകാർക്ക് നമുക്ക് വിവരം കൊടുത്തതാണ്. പിന്നെ പ്രതി ഈ ബസ്സിലോട്ട് പോകുന്നുണ്ടെന്ന ഒരു സസ്പീഷൻ അവിടെ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെ വണ്ടിപ്പെരിയാർ സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. അതിൻ്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായിട്ട് ചെക്ക് പോസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നത്. അപ്പോൾ അവരുടെ സഹായത്തോടാണ് ഈ അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ബസ്സിലുള്ള എല്ലാവരും പിടിച്ച് ഓരോരായിട്ട് അന്വേഷിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഈ ആളാണ് സസ്പീഷൻ ഉണ്ടായിരുന്നത്. പിന്നെ നാട്ടുകാർ കുറച്ച് ആൾക്കാർ സസ്പീഷൻ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് പിടിച്ചതാണ്. ഈ പെൺകുട്ടിയുടെ ദേഹത്ത് ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇനി ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം എല്ലാ കാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം. ഓക്കെ, താങ്ക് യു. പത്തനംതിട്ട പോലീസിന്റെയും വണ്ടിപ്പെരിയാർ പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. യുവതിയുമായി നേരത്തെ അടുപ്പമുണ്ടായിരുന്നുവെന്ന വിനോദ് കുമാറിന്റെ വാദം പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിനോദ് കുമാർ കഴിഞ്ഞ ദിവസം വനവിഭവങ്ങളുമായി ഗവിയിൽ എത്തിയിരുന്നു. നേരത്തെ ഒരു കുട്ടിയെ കല്ലുകൊണ്ട് അടിച്ചു കൊന്ന കേസിൽ വിനോദ് കുമാർ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പ്രതിയെ പത്തനംതിട്ടയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.